എന്ത് നിരുത്തരവാദമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേത്? ദേശീയപാത അതോറിറ്റി കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ പാറശാല വരെ ഉള്ള ഏറ്റവും വലിയ നിർമ്മാണ ജോലി നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് റോളും ഇല്ലേ? അല്ല, ഞാൻ കുറച്ചു നേരത്തെ ദേശീയപാത അതോറിറ്റി ചെയർമാനുമായിട്ട് സംസാരിച്ചിരുന്നു. 10-15 മിനിറ്റ് നേരം അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഇന്നലെ വൈകുന്നേരം തന്നെ ഇത് സംബന്ധിച്ച് ഞാൻ കത്ത് നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയിട്ടില്ല. 5:30 മണിക്ക് വീണ്ടും അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം നടപടി ഗവൺമെൻറ് പ്രഖ്യാപിച്ച നടപടി ഒരു വിശ്വാസ്യതയുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതേ നടപടിയാണ് അവർ കൂരിയാടും പ്രഖ്യാപിച്ചത്. കൂരിയാട് റോഡ് തകർന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ പാലക്കാട് IIT-യിലൊരു ഉദ്യോഗസ്ഥനെയും കാൺപൂരിലത്തെ ഇതേ 2 ടീം തന്നെയാണ് അവിടെ പോയത്. ഞങ്ങൾ അവിടെ സന്ദർശിച്ചതാണ്. അത് സംബന്ധിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വിശദമായിട്ട് തെളിവെടുപ്പ് നടത്തിയിട്ട് കേന്ദ്ര ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും NHAI ചെയർമാനും കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകളിൽ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പെന്നാൽ ഇത് 6 മാസം മുമ്പ് സംഭവിച്ചാണെന്ന് മനസ്സിലാക്കണം. അതിലെ പ്രധാനപ്പെട്ട ഉറപ്പ് ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം നടത്തി ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ നടപടി നടത്തിയിട്ട് മാത്രമേ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം സെക്യൂരിറ്റിയാണ്. ഇന്നലെ അവിടെ ഒരു സ്കൂൾ ബസ് നിങ്ങൾ കണ്ടതാണ്. അതങ്ങോട്ട് അതിനകത്ത് പെട്ടുപോയിട്ടെങ്കിൽ എന്ത് ദാരുണമായേനെ ആ സംഭവങ്ങൾ. അപ്പോൾ ഇത് ഉറപ്പ് നൽകിയ ദേശീയപാത അതോറിറ്റി എവിടെ പാലിച്ചു? അന്നും ഈ ടെക്നിക്കൽ ടീം പോയി, NHAI ചെയർമാൻ പോയിരുന്നു, മെമ്പർ പോയിരുന്നു, അവിടെ ഒരു തന്നെ എല്ലായിടത്തും പോയി പരിശോധിച്ചു എന്ന് പറഞ്ഞു, അവർ റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന്റെ ആ റിപ്പോർട്ട് കൊടുത്ത് അതിന് നടപടി എടുത്തിരുന്നെങ്കിൽ കൊല്ലത്ത് ഈ സംഭവം ആവർത്തിക്കുമായിരുന്നോ? സെയിം ടെറൈനാണ് ഏകദേശം. ഇപ്പം കൂരിയാടത്തെയും ഇവിടുത്തെ കൊല്ലത്തെയും സംഭവം എടുത്ത് നോക്കിയാൽ 2 ഒരേ പ്രതലം. ഇത് 30 അടി നിങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങൾ മണ്ണ് നിറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന്റെ അടിസ്ഥാന നിർമ്മാണത്തിൽ തന്നെ പഴവ് പറ്റിയിരുന്ന NHAI പറയുന്നു, ഡിസൈനിലും പഴവ് പറ്റി. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളിത് ഉന്നയിക്കുമ്പോൾ ഒരു കമ്മിറ്റി വെച്ച് ഒരു മാസത്തേക്ക് ഡീബാർ ചെയ്ത് പറയും. ഒരു മാസത്തേക്ക് ഡീബാർ എന്താ അർത്ഥമുള്ളത്? ഇത് ജനങ്ങൾ പരാതി പറഞ്ഞതാണ്, ഉത്തരവാദപ്പെട്ടവർ. ഇതിനകത്ത് ഗൗരവതരമായിട്ടുള്ള ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സ്വീകരിക്കുന്നില്ല. ഇത് കരിമ്പട്ടികയിൽ പെടുത്തേണ്ട കമ്പനികൾക്കാണ് ഈ കരാറുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ കരാറ് കൊടുത്ത നിർമ്മാണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഴ്ചകൾ തുടർന്ന് പരാതി വരുമ്പോൾ ഇവരെ കരിമ്പട്ടിപ്പെടുത്താൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഒരാഴ്ചത്തേക്ക്, 1 മാസത്തേക്ക്, 2 മാസത്തേക്ക്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് കരിമ്പട്ടിപ്പെടുത്തുകൊണ്ട് പ്രശ്നം തീരുമോ? അക്കൗണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് PSC റിപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള റിപ്പോർട്ടാണ്. ഇത് പാർലമെന്റ് സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, The committee noted that several highway stretches have failed as some of them were constructed using high earthen embankment over unstable soils without reinforced structures or geogrids, and that land acquisition constraints were not adequately reconciled with the decision feasibility, leading to unsafe or compromised alignments. നമ്മൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പാർലമെന്റിന് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. സുരക്ഷാ ഓഡിറ്റുകൾ നടത്തണം, അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. കൂരിയാടെ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. ഇതിപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണെന്നേ. ഇപ്പം ഇപ്പം അരൂരിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, അരൂരിൽ അപകടമുണ്ടായി. ആ അപകടം ഏറ്റവും കടുത്ത നിർമ്മാണം നടക്കുന്ന ആ ദിവസങ്ങളിൽ പോലും ആരുമില്ലായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കുക. ഇന്നിപ്പോൾ ചെയർമാൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്യാം. ഇത്രയും വലിയൊരു വർക്ക് നടക്കുമ്പോൾ ആവശ്യമായ ഉദ്യോഗസ്ഥരെ മേൽനോട്ടത്തിന് ഡിപ്ലോയ് ചെയ്ത് നിർമ്മാണം നടക്കുന്നതിന് മുമ്പേ തന്നെ സുരക്ഷ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കേണ്ടവർ. ഈ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇപ്പോൾ കേന്ദ്രം ഈ കമ്പനികൾക്കെതിരെ താൽക്കാലികമായ ഒരു നടപടി സ്വീകരിക്കുന്നു, സംസ്ഥാന സർക്കാരും കേന്ദ്രം നടപടി സ്വീകരിച്ചു എന്നുള്ളൊരു ആശ്വാസം. അല്ല, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം കണ്ടു, ഞങ്ങളുടെ തലയെ കെട്ടിവെക്കണ്ടാണ്. ദേശീയപാതയിലുണ്ടായിട്ടുള്ള ഈ നിർമ്മാണ കെടുതി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ടാണ്. ഈ ദേശീയപാത നിർമ്മാണം തലയിൽ ചൂടി നടന്ന ആളാണ് മുഖ്യമന്ത്രി. കൂരിയാട് നടക്കുന്നതിന് മുമ്പ് ദേശീയപാത നിർമ്മാണം ഇതെല്ലാം ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് ഇത് തലയിൽ ചൂടി നടക്കുകയായിരുന്നല്ലോ. തലയിൽ ചൂടി നടന്നവർ ഇത് തലയിൽ ഏറ്റെടുക്കുമ്പോഴാണല്ലോ ഈ അപകടം. ഞാൻ ചോദിക്കട്ടെ, എന്ത് നിരുത്തരവാദമായ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേത്? ദേശീയപാത അതോറിറ്റി കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ പാറശാല വരെ ഉള്ള ഏറ്റവും വലിയ നിർമ്മാണ ജോലി നടക്കുന്ന സമയത്ത്
ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റോഡിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് റോളും ഇല്ലേ? ഒരു റോളും ഇല്ലേ?